നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയിൽ വർഷയെ ശ്രീകാന്തും സംസാരിച്ചിരിക്കുന്ന സമയത്താണ് വർഷ ആ കാര്യങ്ങൾ പറയുന്നത്. ഇന്ന് വേദയെ കാണാനായിട്ട് ആ ഇഷിത ഡോക്ടർ ഉണ്ടായിരുന്നു, അവര് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഇഷിത ഡോക്ടർ? അതെ, വേദയുടെ കൂട്ടുകാരിയായിരുന്നല്ലോ, അവര് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ മുറി അടച്ചിരുന്ന് സംസാരിക്കുന്ന കണ്ടു, കുറെ സമയം സംസാരിക്കുന്ന കണ്ടു. പിന്നീടാണ് പോയത്. ഞങ്ങളെ ആരെയും ആ മുറിക്കകത്തേക്ക് പോലും കയറ്റില്ല. ഒടുവില് ഞാൻ ആ മുറിക്കലേക്ക് ചെന്നു. പക്ഷെ വേദയ്ക്കാണെങ്കിലോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. പിന്നീട് ചോദിച്ചു, അല്ല അവൾ എന്തേലും പറഞ്ഞു എന്ന് ചോദിച്ചു. എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ആ മുറിയിലേക്ക് ചെന്ന അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അതിന്റെ പേരിൽ എന്നെ കുറെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. പണ്ടത്തെ പോലെയൊന്നും അല്ല, ഇപ്പൊ അവൾക്ക് നല്ല മാറ്റമുണ്ട്. എന്തൊക്കെയോ അവൾ ഒളിക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. ഈ സമയം ശ്രീകാന്ത് ചോദിച്ചു, അല്ല നിനക്ക് അവളെ ഒന്ന് വാച്ച് ചെയ്യാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു. നല്ല കഥയായി. അവളെ വാച്ച് ചെയ്യാനായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് വേണം അവൾ ചീത്ത പറഞ്ഞ് എന്നെ ഇങ്ങോട്ടേക്ക് ഓടിക്കാനായിട്ട്. അല്ലെങ്കിൽ തന്നെ പണ്ട് തൊട്ട് അവൾക്ക് എന്നെ കണ്ണെടുത്താൽ കാണത്തില്ലോ. ഇപ്പൊ പിന്നെ പ്രത്യേകിച്ച് പറയുകയും വേണ്ട. എപ്പോൾ നോക്കിയാലും മുറി അടിച്ചിട്ട് ഒരേ ഇരിപ്പ് തന്നെയാ, പുറത്തു പോലും വരുന്നില്ല. ആഹാരം പോലും മുറിക്കകത്ത് കൊണ്ടേ വെച്ചാൽ കഴിക്കണേന്ന് പറഞ്ഞു. ഓഹോ, അങ്ങനെയാണോ കാര്യങ്ങൾ? എങ്കിലന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം എന്ന് ശ്രീകാന്ത് മനസ്സിൽ വിചാരിക്കുകയാണ്. ഈ സമയത്ത് ഇതൊന്നും വേദയും വിക്രം അറിയുന്നുണ്ടായിരുന്നില്ല. വിക്രത്തിന് ചോറൊക്കെ വാരി കൊടുത്ത് വേദയും കഴിച്ചതിന് ശേഷം പ്ലേറ്റ് കൊണ്ടു വെച്ചിട്ട് വന്നിട്ട് വിക്രത്തോട് വേദ പറഞ്ഞു, അതെ ഞാൻ ഈ മുറിവ് ഡ്രസ്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അത് പിന്നെ അതെ ഡെയിലി ചെയ്യണമെന്നല്ലേ ഇഷിത പറഞ്ഞേ, അപ്പം അത് ഡെയിലി തന്നെ ചെയ്യണം. ഇങ്ങോട്ട് കാല് മാറ്റി വെക്കൂ ഞാൻ ഡ്രസ്സ് ചെയ്ത് തരാമെന്നും പറഞ്ഞുകൊണ്ട് വേദ വിക്രത്തിന് മുറിവൊക്കെ ഡ്രസ്സ് ചെയ്യണം. ആ സമയത്ത് വിക്രം വേദയെ നോക്കുകയാണ്. ഇതിനു മുമ്പില്ലാത്തൊരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ വിക്രത്തിന് ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവൾ തൻ്റേതാണ്, ഇവളില്ലാതെ തൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെൺകുട്ടി ഇല്ലയെന്ന് വിക്രത്തിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എത്ര റിസ്ക്കാ തനിക്ക് വേണ്ടിയിട്ട് ഇവൾ എടുക്കുന്നത്. ഒരു പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യം ഇവൾക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴും തന്നെ ഭയങ്കര സ്നേഹമാണ്. അതിങ്ങനെ തന്നോട് തുറന്നു പറയുന്നില്ലെന്ന് മാത്രം. പക്ഷെ അവളുടെ ഓരോ പ്രവൃത്തിയിലും അതുണ്ട്. അവൾ വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് അത് കാണിച്ചു തരുന്നേ. ഇവിടെ തന്നെ കയറ്റി താമസിപ്പിച്ച് അതുകൊണ്ട് മാത്രം ഡിവോഴ്സ് നോട്ടീസ് അയച്ചെന്ന് പറഞ്ഞാലും ഒരു പക്ഷേ അത് ഇവളുടെ മനസ്സറിവോടെ ആയിരിക്കില്ല. ഇവൾക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നവളായിരുന്നെങ്കിൽ ഒരിക്കലും തന്നെ ഹെൽപ്പ് ചെയ്യില്ലായിരുന്നു എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു വിക്രത്തിൻ്റെ മനസ്സിൽ. വിക്രത്തിന് നോട്ടം കണ്ടിച്ചപ്പോൾ വേദിച്ചു. എന്താ വിക്രം എന്താ നോക്കണേന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല കാര്യമായിട്ട് എന്തോ ആലോചിക്കുന്നുണ്ട്. അല്ല ഞാൻ ആലോചിക്കുമായിരുന്നു, നീ എനിക്ക് വേണ്ടിയിട്ട് എന്തിനാ ഇത്രയും വലിയ റിസ്ക് ഏറ്റെടുക്കണേന്നോ? ഓ അതോ, എൻ്റെ കഴുത്തേ കിടക്കുന്ന ഈ താലി അതിൻ്റെ ഉടമസ്ഥൻ വിക്രം അല്ലേന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ നീ ഊരിക്കളയാനിരിക്കുമല്ലേ, ഡിവോഴ്സിന് കൊടുത്തിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അതിനുള്ള ഉത്തരവൊക്കെ ഞാൻ പിന്നീട് തരാം. ഇപ്പം എന്താണേലും അതിനെക്കുറിച്ച് നമുക്കൊരു ചർച്ച വേണ്ടാന്ന് പറഞ്ഞു. ആ സമയം ശ്രീകാന്ത് അങ്ങോട്ട് കയറി വരുവാണ്. ശ്രീകാന്ത് വന്നിട്ട് ഇച്ചിരി സമയം അവിടെ നിന്നു. അകത്തുനിന്ന് എന്തെങ്കിലും ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടോ എന്നിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. ഇത്തിരി കഴിഞ്ഞിട്ട് ശ്രീകാന്തിന് എന്തോ ഒരു സംശയം തോന്നി. വേറെ ആരെങ്കിലും സംസാരിക്കുന്ന ഒരു തോന്നലുണ്ടാവുകയാണ്. ശ്രീകാന്ത് കഥയെ മുട്ടുകയാണ്. അപ്പോഴേക്കും വേദയ്ക്ക് അപകടം എടുത്തു. വേദ ചോദിച്ചു, ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. ആരാന്ന് അറിഞ്ഞാലോ നീ കഥ തുറക്കോളൂ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേദ ഞെട്ടി. ശ്രീയേടനാണ്. എന്തിനുള്ള പുറപ്പാടാന്ന് അറിയത്തില്ല, എന്തിനാ വന്നേന്നും അറിയില്ല. വിക്രം ഇനി മുറിയിലുണ്ടെന്ന് അറിഞ്ഞിട്ട് എങ്ങനെ വന്നാണോ, എന്തേലും സംശയം തോന്നിയിട്ടാണോന്ന് അറിയത്തില്ലോ. പെട്ടെന്ന് വിക്രത്തോട് പറഞ്ഞു, വിക്രം മാറിക്കോളാൻ പറയണം. കാരണം അങ്ങേര് ഒരു ക്രൂരനാന്നുള്ള കാര്യം വേദയ്ക്ക് നന്നായിട്ടറിയാം. ചിലപ്പം മുറിയിലേക്ക് കയറി മുറിയൊക്കെ പരിശോധിച്ചെന്നിരിക്കും. പിന്നീട് വേദ മുറി തുറക്കാനായിട്ട് അങ്ങോട്ട് പോയി. മൊത്തം മുറി കഥ തുറന്നില്ല, പകുതി തുറന്നിട്ട് ചോദിച്ചു, എന്താ ശ്രീയേടനെ വേണ്ടേന്ന് ചോദിച്ചു. അല്ല നീ എന്തെടുക്കുമായിരുന്നു അകത്ത്? അതെ ഞാൻ എൻ്റെ മുറിയിൽ എന്തെടുത്താലും ശ്രീയേടൻ എന്താ കാര്യം ഇരിക്കണമെന്ന് ചോദിച്ചു. ദേഷ്യപ്പെട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. എന്നിട്ട് ചോദിച്ചു, എന്തിനാ കഥയെ മുട്ടിയെന്ന് ചോദിച്ചു. അല്ല നീ എപ്പം നോക്കിയാലും കഥ അടച്ച് അകത്തിരിക്കുവാന്നുള്ള അറിഞ്ഞേ, അതിനകത്ത് എന്താന്ന് ചോദിച്ചു. മുറിക്കകത്ത് നീ ആരെങ്കിലും കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ വേദ ദേഷ്യത്തോടെ പറഞ്ഞു, ഞാൻ ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ശ്രീയേടൻ എന്താ കുഴപ്പം? ശ്രീയേടൻ്റെ അമ്മായച്ചനുണ്ടല്ലോ, അയാളും കൂടെ ചേർന്ന് നടത്തുന്ന നാടകങ്ങൾ അത് ഞാൻ ഉറപ്പായിട്ടും പൊളിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ശ്രീകാന്തിന് ദേഷ്യം വന്നു. ശ്രീകാന്തോട്, എടി നിന്നെ ഞാനുണ്ടല്ലോ ദേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടിക്കാനായിട്ട് കൈ ഓങ്ങിക്കൊണ്ട് വരുവാണ് വേദയ്ക്ക് നേരെ. അപ്പോഴേക്കും വേദ കൈ അങ്ങ് തടഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചേട്ടനൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ എൻ്റെ അടുത്ത് കൈ ഓങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ വേദ വെറുതെ ഇരിക്കില്ല, വേദ തിരിച്ചു തരുമെന്ന് പറഞ്ഞു. ഒരു നിമിഷം ശ്രീകാന്ത് ഞെട്ടിപ്പോയി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ശ്രീകാന്തിൻ്റെ കയ്യ വേദ തടഞ്ഞത്. അത്ര സമയം മതിയായിരുന്നു വിക്രത്തിന് മാറാനായിട്ട്. അപ്പം വേദ പറഞ്ഞതനുസരിച്ച് വിക്രം പതുക്കെ പോയിട്ട് ആ സ്റ്റോർ റൂമിലേക്ക് പോകണം. അവിടെ പോയിരിക്കണം. ആർക്കും പിടികൊടുക്കാൻ പാടില്ലല്ലോ. കാരണം താൻ കാരണം വേദയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല.
അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, സത്യം പറ, നീ അകത്ത് അവനെ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോന്നൊക്കെ ചോദിക്കണം. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രീയേട്ടനെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഉണ്ടോ? ഇല്ലല്ലോ. ശ്രീയേട്ടൻ്റെ കാര്യം പോയി നോക്ക്, കൂടുതൽ എന്നെ ഭരിക്കാൻ വരണ്ട, അറിയാലോ. അങ്ങനെ ഭരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് വെട്ടി തുറന്നു പറയും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. ഇവിടെ ആദ്യം പുറത്താകുന്ന ശ്രീയേട്ടനായിരിക്കും. പിന്നെ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ തലയിടാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ചെയ്ത വൃത്തികേടുകളും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഭംഗിക്കറിയാം. വരുണിനെ ഇല്ലാതാക്കിയത് ആരാന്നും എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നേക്കരുതെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തണം. അത് കേട്ടപ്പോൾ ശ്രീകാന്തിൻ്റെ ഒരു പേടിയുണ്ടായി. ഇവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ തോന്നി. അത് ആപത്താന്നുള്ള കാര്യം മനസ്സിലായി. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു, എനിക്ക് ആ മുറിയിലൊന്ന് കയറി നോക്കണമെന്ന് പറഞ്ഞു. മുറിയിലോ? എൻ്റെ മുറി കയറി നോക്കാൻ ശ്രീകേട്ടൻ എന്താ അവകാശം? ഇപ്പം തൽക്കാലത്തേക്ക് മുറി കയറി നോക്കണ്ട, മര്യാദയ്ക്ക് പോകാൻ നോക്ക്, എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേദ അകത്തേക്ക് കയറിയിട്ട് കഥ അങ്ങോട്ട് വലിച്ചടിച്ചു. ശ്രീകാന്തിന് തോന്നി മിക്കവാറും അവൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയം. പിന്നീട് ശ്രീകാന്ത് ചന്ദ്രശേഖരനെ കാണാൻ ചെല്ലുവാണ്. അങ്ങനെ ചന്ദ്രശേഖരനെ കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ പറയാണ്. എനിക്ക് നല്ല സംശയമുണ്ട് വേദയുടെ കാര്യത്തിൽ. അവളിപ്പോൾ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങുന്ന പോലും ഇല്ല. അതുമാത്രമല്ല, വർഷ പറഞ്ഞനുസരിച്ചാണെങ്കിൽ എപ്പോഴും മുറിയിൽ തന്നെയാണ്, മുറിയിൽ കൊണ്ടേ വെച്ച ആഹാരമൊക്കെ കഴിക്കുന്നത്. അത് കേട്ടപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു, അല്ല ഇനിയിപ്പം അവൾക്ക് ചിലപ്പോൾ വിക്രത്തിൻ്റെ കാര്യമൊക്കെ ഓർത്ത് ടെൻഷനാണോ? അതൊന്നും അല്ലച്ചാ, വേറെ എന്തോ ഒരു കാര്യമുണ്ട്. അവൾ മുറിക്കകത്തേക്ക് ആരെയും കയറ്റുന്ന പോലും ഇല്ല. ഇനി ആ വിക്രത്തിനെ എങ്ങനെ മുറി കൊണ്ടേ വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അത് കേട്ടപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു, അവൾ അതല്ല, അതിലപ്പുറവും ചെയ്യും ശ്രീകാന്തെ. പക്ഷേ അവൾ ആ മുറിയിലേക്ക് ആരെയും കയറ്റുന്നില്ലോ, ബലമായിട്ട് കയറി നോക്കാനും പറ്റില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതെ, അതിനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞു. എന്താ? നമുക്ക് ആ സിയയോട് സംസാരിക്കാം. സിയയെ വിചാരിക്കുവാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടന്നെന്ന് വരും. അല്ല, എന്ത് ചെയ്യാനാ പ്ലാൻ എന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ ഒരു കാര്യം ചെയ്യുക, ഒരു സെർച്ചിങ്. വിക്രം അവിടെ ഉണ്ടോ ഇല്ലയോ സംശയമുണ്ട്. അതും പറഞ്ഞിട്ട് വീട് മൊത്തം ഒന്ന് സെർച്ച് ചെയ്യാനായിട്ട് ഏർപ്പാടാക്കുക. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ കൊള്ളാം. പക്ഷേങ്കിൽ അച്ഛൻ സമ്മതിക്കുമോയെന്ന് അറിയത്തില്ല. അച്ഛൻ ചോദിക്കൂലേ എന്തിനാന്നൊക്കെ. അല്ല, വിക്രം അവിടെ വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകത്തില്ലേ? അല്ല, ഇനിയിപ്പം അവനെവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ലോ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് സെർച്ച് ചെയ്തുകൊണ്ട് വേറെന്താ പ്രശ്നം ഇരിക്കുന്നത്? ഒരു കുഴപ്പമില്ല, നീ ധൈര്യമായിട്ടിരിക്കും ശ്രീകാന്തെ. മിക്കവാറും അവളുടെ സ്വഭാവം വെച്ച് അവൾ അവനെ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറയണം. അങ്ങനെ ഒടുവിൽ സിയയോട് പോയി കാര്യങ്ങൾ പറയണം. സിയ പറഞ്ഞു, അങ്ങനെ അവനവിടെ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവനെ ഉറപ്പായിട്ടും പിടികൂടുമെന്ന് പറയണം. അവനെ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ എന്ത് ചെയ്തു? അവർ സെർച്ച് വാറണ്ടൊക്കെ ആയിട്ട് വരുവാണ് വീട്ടിലേക്ക്. ആ സമയം ദീപ്തിയും വേദയും സംസാരിച്ച് ഹാളിലിരിക്കുകയാണ്. അപ്പോഴാണ് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നത്. പോലീസുകാർ വന്നിട്ട് ശങ്കരനാരായണോട് പറഞ്ഞു, അതെ ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ വീട് സെർച്ച് ചെയ്യണം? എന്തിന് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു പ്രതി ഒളിച്ചിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞു. ഒളിച്ചിരിക്കുന്ന പ്രതിയോ? ഇവിടെ അങ്ങനെ പ്രതികളൊന്നും ഒളിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾക്കൊരു അനോണിമസ് കോൾ ഉണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു അജ്ഞാത ഫോൺ കോൾ ഉണ്ടായിരുന്നു, ഇവിടെ ആ വിക്രം എന്നുള്ള പ്രതി ഇവിടെ ഒളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്ന സെർച്ച് വാറണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, വീട് സെർച്ച് ചെയ്യാനുള്ളത്. ഒടുവിൽ ശങ്കരനാരായണൻ പറഞ്ഞു, ആയിക്കോട്ടെ, എൻ്റെ വീട്ടിൽ എന്താണ് ഞാൻ അറിയാതെ ആരും ഒളിച്ച് ഇരിക്കത്തൊന്നുമില്ല. ഇനിയിപ്പോൾ സാറന്മാർക്ക് സംശയം ഉണ്ടെങ്കിൽ കയറി സെർച്ച് ചെയ്താണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കയറുവാണ്. വേറെ ആകെപ്പാടെ പേടിച്ചു പോയി. വേരയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വിക്രം മുറിയിലുണ്ട് താനും. പിന്നീട് അവന്മാർ അവിടെയൊക്കെ നോക്കിയിട്ട് നേരെ വിക്രത്തിൻ്റെ മുറിയിലേക്ക് പോകുന്നത്. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിക്രത്തിൻ്റെ മുറി പോയി നോക്കിക്കഴിഞ്ഞപ്പം അമ്മ ശരിക്കും നാണം കിട്ടും. കാരണം വിക്രത്തിൻ്റെ മുറിയില്ല, വേദയുടെ മുറി പോയി നോക്കിക്കഴിഞ്ഞപ്പം വിക്രം അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം വിക്രം ആരാ ബുദ്ധിമാനാ. താഴത്തെ സംസാരം കാര്യങ്ങളൊക്കെ വിക്രം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വിക്രത്തിനറിയാം എപ്പോഴും ഏത് നിമിഷം വെള്ളം എന്ത് സംഭവിക്കാന്ന്. വിക്രം അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. പോലീസുകാർ അവിടെ സെർച്ച് ചെയ്ത് കണ്ടില്ല. പിന്നീട് താഴെ വന്ന് സിയോട് പറഞ്ഞു, സാറേ ഇവിടെ എങ്ങും ആരും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും വേദയ്ക്കൊരു ആശ്വാസമായത്. പക്ഷെ ശ്രീകാന്തിന് സംശയമായി, അവനിവിടെ ഉണ്ടോ ഇല്ലയോ, അവൻ ചിലപ്പോൾ കാണാൻ വഴിയുണ്ട്. പക്ഷെ അങ്ങനെയുണ്ടെങ്കിൽ അവനിത് എവിടെ പോയി എന്നൊരു ചിന്ത. താനൊരു ചെറിയ സംസാരം കാര്യങ്ങളൊക്കെ മുറി കേട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഇവളെങ്ങാനും വേറെ എങ്ങോട്ടേലും അവനെ മാറ്റിയോ എന്നൊരു ചിന്ത വരുന്നുണ്ട്. എന്താണെങ്കിലും ശ്രീകാന്തിന് നല്ല അടി തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.